ഉടനെ തന്നെ സഹാബത്തിനോട് സംഭവത്തിൻ്റെ ഗൗരവം ഹബീബായ നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. മക്കയിൽ നിന്നും നമ്മൾ പലായനം ചെയ്തപ്പോൾ നമ്മുടെ സമ്പത്തെല്ലാം അവർ കവർന്നെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സമ്പത്തെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഒരവസരം കൂടി നമുക്ക് കൈവന്നിരിക്കുന്നു. അതിനാൽ അബൂ സുഫിയാനെയും കച്ചവട സംഘത്തിനെയും പിടികൂടാൻ പുറപ്പെടുക തന്നെ വേണം. നബിയും സഹാബത്തും കച്ചവട സംഘത്തിനെ പിടികൂടാൻ പുറപ്പെട്ടെങ്കിലും തന്ത്രശാലിയായ അബൂ സുഫിയാൻ ഈ സംഭവം മണത്തറിയുകയും ബദർ വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് അബൂ സുഫിയാനും കച്ചവട സംഘം നീങ്ങുകയുമുണ്ടായി. അബൂ സുഫിയാൻ മറ്റൊരു വഴിക്ക് ഷാമിലേക്ക് നീങ്ങിയ വിവരം ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മുഖറബ് ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിക്കുകയും നബിയും സഹാബത്തും മദീനയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. ഷാമിനെ ലക്ഷ്യമാക്കി നീങ്ങിയ അബൂ സുഫിയാനും സംഘവും ഷാമിൽ എത്തിയോ ഇല്ലയോ എന്ന് അടുത്ത ഇരട്ടികളിലൂടെ മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. നെരിപാൽ എതിർത്തുരവ് ഉരമാൽ കൂതിത്ത പാടി പെരികാബയത്ത് ഹർബായി പെരികാബയത്ത് ഹർബായി നമ്മക്കവാഫിറുകളും കേമിത്തനുക്കുകളും ഷാമുക്ക് ചേർന്ന് ഷറഫായി ഷറഫൻ നഗർ കാവേരി അറുതും കിഴിത്തവിടം സർവം കഴിത്ത് സഭയിൽ സച്ചായ താജിറുകളിൽ കച്ചോടം അടിമിക മെച്ചായ ലാഭം മുളവായി തുറമക്കാതിക്കില്ലാതി പ്രിയ ചരക്കുകളും അറിവുറ്റെടുത്ത് ഹൊഷിയായി സ്വർണം മുൻകിട്ടിയതിൽ ഉരയുന്നു മട്ടതത് പിരിപൊന്ന് കിട്ടിരിബ്. അതെ, തന്ത്രശാലിയായ അബൂ സുഫിയാനും കച്ചവട സംഘവും മറ്റൊരു വഴിയായ കടൽക്കരയിലൂടെ ഷാമിൽ എത്തിച്ചേരുകയാണ്. മാത്രമല്ല മക്കയിൽ നിന്നും അവർ കൊണ്ടുപോയ കച്ചവട ചരക്കുകളെല്ലാം ഷാമിൻ്റെ ചന്തയിൽ വിറ്റഴിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, എന്ത് സംഭവിക്കുന്നു, ഷാമിൽ കിട്ടാത്ത പല വസ്തുക്കളും അവരുടെ കൈവശമുള്ളത് കൊണ്ട് തന്നെ കച്ചവടം പൊട്ടിപ്പൊട്ടിക്കുകയാണ്. എന്തായാലും കച്ചവട ചരക്കുകളെല്ലാം അതിവേഗത്തിൽ വിറ്റഴിച്ചുകൊണ്ട് കച്ചവടത്തിൽ 50,000 പൊന്ന് ലാഭമായി ലഭിച്ചു എന്നാണ് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ തൻ്റെ ബദർ പടപ്പാട്ടിൽ എഴുതിയിട്ടുള്ളത്. പിരിപ്പൊന്ന് കിട്ടിരി ബഹാൽ. അങ്ങനെ വമ്പിച്ച ലാഭവുമായി അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് സ്വന്തം നാടായ മക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ പറയലാണ് നല്ലത്. അണവാക്കി റൂഹുല്ല മീന്തൻ മോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ വറായ. അണവാക്കി റൂഹുൽ ആമീന്തൻ മോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ഭറായ. തുണയാറ ബുസുഫ് യാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ. തണിയോനാരുളുങ്കൾ താമും സഹാബർ തരത്താലിലൈഹിം സൂറത്തിൽ പോവാൻ. തണി ചെയ്യും ത്വാഹാവിൽ ഏകലും കൂറി താഊസുൽ അംലാക്കു ഷർദണ്ഡം ഏറിയ പോദാസ് ഹാബോരിൽ ഊത്തേം. ഏകൻ അമർ കേട്ടാടവേ മുതിർത്ത് ആറൈ തണീക്കും നബിയും ഒരു
ഹാശീതളിം ദാരി ഘോരം മരുങ്കി. അതേ, കച്ചവടം കഴിഞ്ഞ് വമ്പിച്ച ലാഭവുമായി അബൂ സുഫിയാനും കച്ചവട സംഘവും ഷാമിൽ നിന്നും മക്കയിലേക്ക് തിരിച്ച വിവരം മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്ന് അറിയിക്കുകയാണ് എന്ന് മാത്രമല്ല, ഉടനെ തന്നെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ, അബൂ സുഫിയാനെയും കച്ചവട സംഘത്തിനെയും പിടികൂടാൻ ഒരു ചാൻസ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസരം മുതലെടുക്കാൻ നാം തയ്യാറായേ മതിയാവൂ. ഈ സമയം മുഹാജിറുകളായ 77 വരുന്ന സഹാബികളും അൻസാരികളായ 286 വരുന്ന സഹാബത്തും, അതാ മൊത്തം 313 സഹാബ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ചില സഹാബത്തിനെ അല്ലാഹുവിൻ്റെ റസൂൽ ചില കാരണങ്ങളാൽ മാറ്റി നിർത്തുകയുണ്ടായി. ആരൊക്കെയായിരുന്നു അവർ എന്ന് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ തന്നെ പറയട്ടെ. ബിദീദർ ത്വാഹ മകൾ റുഖിയത്തെ ബീവിക്കം നാൾ ദിനം ആമേ മികത്തെ പാരിത്തെ മൂലം ദിന്നൂറൈനിയോര പാർപ്പിത്ത് മിന്നമ നെയ് തന്നിൽ ചേരാം. പേരുറ്റ സഴുതോരും തൽഹത്തും 2 പേർ ഷാമ് കൊള്ളെ പോയി മുമ്പാരുൾ കൊണ്ടേ വാരും താജിറുകൾ ചേതി അറിന്ത് ബന്ദ് ബദർ ചേരും മുമ്പോർ കശിന്ത്. അതെ, ഹബീബായ നബി തങ്ങളുടെ പുന്നാരമോൾ റുഖിയ ബീവിക്ക് ശക്തിയായ പനി കാരണം ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് വന്നില്ല, പോരണ്ട എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി. രണ്ടാമത്തെ ഇവർ പുറപ്പെടുന്നതിന് മുമ്പ് കച്ചവട സംഘത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി സഅദിനെയും അതുപോലെ തന്നെ ത്വൽഹത്തിനെയും നബി വിട്ടിരുന്നു. അവർ തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ നബിയുടെ വീട് കാവലിന് വേണ്ടി അബൂ ലുബാബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനും പോരാൻ കഴിഞ്ഞില്ല. ആസിം റളിയല്ലാഹു തആല ഖുബാ പള്ളിയിൽ ഇമാമായി നിർത്തി. ബനി അംറിൽ നിന്നും ഒരു വിവരമറിയാൻ വേണ്ടി ഇബ്നു ഖാത്തിബിനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ചിരുന്നു. അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല. യുദ്ധത്തിൻ്റെ പ്രാക്ടീസ് നടത്തുമ്പോൾ ഖവ്വാത്തും ഹാരിസും കുതിരപ്പുറത്തുനിന്ന് വീണതിനാൽ പരിക്ക് പറ്റിയത് കാരണം അവരെയും അള്ളാഹിൻ്റെ റസൂൽ ഒഴിവാക്കുകയാണെന്ന് മാത്രമല്ല, ബദരീങ്ങളുടെ ശ്രേഷ്ഠത നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ അവരോട് പറയുകയാണ്. ഈമത്തും എല്ലാം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കരാർ ചെയ്യുകയും ഒരുക്കങ്ങൾ ആരംഭിക്കുകയുമാണ്. രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു. ബദറുൽ ഹുദ്ദാം യാസിനം നബി ഖറജായം നേരം ഭള്ളർ കൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലും അബിയൽ വർണ്ണമതാം പിൻ 2 അസ്വദും മാമേ സതത കുടൈക്കോൾ പൊങ്കും തിരുക്കരമാൽ ഉണ്ടാമ തതിനെ നബി തം തോളർ മിസ് ഹബിലീണ്ടാറ് അവരത് തന്നെ പിടി ചെയ്താറ്റൽ വിലനിലയാകെ. സാധാരണ നാം എല്ലാവരും യാത്ര പുറപ്പെടുമ്പോൾ നാം ഇന്ന പ്രദേശത്തുകാരാണ് അല്ലെങ്കിൽ ഇന്ന നാട്ടുകാരാണെന്ന് അറിയാൻ വേണ്ടി ലക്ഷ്യമൊക്കെ അറിയാൻ കൊടി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഉദാഹരണം, സിയാറത്ത് പോകുമ്പോൾ നമ്മൾ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുമ്പിൽ ഒരു ബാനർ നമ്മൾ സാധാരണ എഴുതി കെട്ടാറുണ്ട്, എവിടുന്നാണ് ഏത് നാട്ടുകാരാണെന്നറിയാൻ. അതേപോലെ ദാനധർമ്മത്തിന് പേരുകേട്ട ഉദാരശീലനായ ഹബീബ് ത്വാഹ തങ്ങൾ ഒരു വെള്ളക്കൊടിയെടുത്ത് മഹാനായ മിസ്സബ് റളിയല്ലാഹു അൻഹു പിന്നെ നൽകുകയാണ്. ആരാണ് മിസ്സബ് എന്നറിയുമോ? പെട്ടെന്ന് ഹബീബായ നബി തങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന മിസ്സബിനെ കണ്ടാൽ നബിയുടെ അതേ ചേലും കോലവുമുള്ള മഹാനായ മിസ്സബ് റളിയല്ലാഹു തആല അൻഹു, ആ മിസ്ഹബിനെ തന്നെയാണ് അള്ളാഹിൻ്റെ റസൂൽ ഉഹദിലും കൊടി കൊടുത്തിരുന്നത്. ഏതായാലും ഉഹദിൻ്റെ രണാകണത്തിൽ യുദ്ധം ശക്തമായ സമയത്ത് ഒരു വേള പതാക പിടിച്ചിരുന്ന മഹാനായ മിസ്സബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം നയിക്കാതെ പടക്കളത്തിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അതാ ബേക്കിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂല് വിളിച്ചു പറയുന്നു, ഓ മിസ്ഹബ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്താണ് തങ്ങളെ യുദ്ധം നയിക്കാതെ നോക്കി നിൽക്കുന്നത്? മുന്നോട്ട് ഗമിക്കും മിസ്ഹബേ.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിളികേട്ട സമയം മഹാനായ ഇസ്ലാമിൻ്റെ പതാക പിടിച്ചിരുന്ന ആ പതാക പിടിച്ചു നിന്നിരുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ മിസ്ഹബ് യുദ്ധക്കളത്തിൽ ഷഹീദായിരിക്കുന്ന പകരം ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വീഴാതിരിക്കാൻ പതാക വഹിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഒരു മലക്കാണ് നബിയേ ഞാൻ. അതുകൊണ്ട് എനിക്ക് യുദ്ധം നയിക്കാൻ അറിയില്ല നബിയേ, എനിക്ക് യുദ്ധം നയിച്ച് പ്രാക്ടീസില്ല നബിയേ. ഏതായാലും ആ മിസ്ഹബിന് തന്നെയാണ്, ഉഹദിൽ കൊടികൊടുത്ത മിസ്ഹബിന് തന്നെയാണ് അള്ളാഹിൻ്റെ റസൂല് ബദറിലും കൊടികൊടുക്കുന്നത്. മറ്റ് 2 കൊടികൾ ആർക്കൊക്കെയാണ് കൊടുത്തത് എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയലായിരിക്കും നല്ലത്. ഇതമെഴുക്കാം സത്തി പുലിയലിയാർ തങ്ങൾക്കും യദലമാം മൂണ്ടം സഅദുബ്നുമാദിൽ അരശരെ ഇടബലവും നീണ്ടാറങ്ങവറിരുപേരും അതതുദുറു 9 ഒരു കൗലിൽ 6 അതിൽ മികുന്താത്തുൽ ഫൂൽ അതിനബി പൂണ്ടേ അവരിലെ അടവെ സുയൂഫെട്ടുണ്ട് തിസ്അരിവാഹും മഹദൊളിബാൾ പേരുന്നും ത്വാഹാച്ചം മലർക്കരമിൽ ഏന്തി പിൻ ഫറുസുകളം ചുണ്ട് അതിയിലെ മദതുടയോർ തംകൾക്കാം ഇരുവരിതാമേ സഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദണ്ടോർക്ക് സബലന പേർ ഹൈലുണ്ടും പുലിമിഖ്ദാദിൽ സബ്ജ തദുംബർജ താരണ്ടിൽ ഒരു ദുരകം താൻ. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പുന്നാര മരുമകൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 4ാം ഖലീഫയായ ധീരശൂര പരാക്രമിയായ ഖൈബർ രണാങ്കളത്തിൽ മുറൈഹുമായി യുദ്ധം ശക്തി പ്രാപിച്ച സമയം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ലക്ഷ്യമാക്കി മുറഹിബിൻ്റെ വാളുയർന്നപ്പോൾ പരിച തകർന്നു പോയ മഹാന്യരായ അലിയും കറമല്ലാഹു വജ്ഹഹു 70 ആളുകൾക്ക് ഒരുമിച്ചാലും കിട്ടാത്ത മുറഹിബിൻ്റെ കോട്ടവാതിൻ്റെ ഒരൊറ്റ വലിക്ക് പിടിച്ച് പറിച്ചെടുത്ത് മുറഹിബിൻ്റെ വെട്ടുതെടുത്ത മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെയാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 4ാമത്തെ പ്രസിഡൻ്റായ അലിയും കറമല്ലാഹു വജ്ഹുവിന് തന്നെയാണ് ഇവിടെ 2ാമത്തെ പതാക കൊടുക്കുന്നത്. 3ാമത്തെ പതാക നൽകിയത് ആർക്ക് എന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. അങ്ങനെ മിസ്ഹബിൻ്റെ ഇടവും ബലവും 2 പേരെയും നിർത്തിയെന്ന് മാത്രമല്ല, കച്ചവട സംഘത്തെ പിടികൂടാൻ ബദറിലേക്ക് പോകുന്ന സഹാബത്തിൻ്റെ അടുക്കൽ ആകെയുണ്ടായിരുന്ന ആയുധം 9 പടയങ്കിയും 9 കുന്തവും 8 വാളും 5 കുതിരയും 70 ഒട്ടകങ്ങളും. 5 കുതിരകളിൽ 2 കുതിര ഹബീബായ നബി തങ്ങൾ തന്നെ എടുത്തു. മറ്റ് 3 കുതിരകൾ അത് അബൂ മർസദ് എന്നവർക്കും അതുപോലെ തന്നെ മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനും സുബൈറിനും അല്ലാഹുവിൻ്റെ റസൂൽ നൽകുകയാണ്. അങ്ങനെ റമളാൻ 12-ന് നബിയും സഹാബത്തും മദീനയിൽ നിന്നും ബദറിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മാത്രമല്ല പരിശുദ്ധ നബി സഹബൂരും ത്വയ്ബ വിട്ടുടൻ നട തുടർന്നാനേ സജത്തലമെത്തിയാനേ അപ്പോൾ ഇരു സഹബൂരിൽ മൊളിന്താനേ. കാഫില എവിടമിലെത്തിയതെന്ന് അറിഞ്ഞിടുവാനായി വിട്ടാനേ വിണ്ടിടു നേരം ഇരു സഹബത്തും വേഗമിൽ ചെണ്ട് തിരഞ്ഞാനേ. കാഫില എവിടമിലെത്തിയതെന്ന് അറിഞ്ഞിടുവാനായി വിട്ടാനേ വിണ്ടിടു നേരം ഇരു സഹബത്തും വേഗമിൽ വന്ന് തിരഞ്ഞാനേ. വിവരമതൊന്നും കിട്ടിട രണ്ടും തിരുസവിധത്തിലണഞ്ഞാനേ. പരിശുദ്ധ നബി സഹബൂരും ത്വയ്ബ
വിട്ടുടന്നട തുടർന്നാനേ സജ തലമെത്തിയാനേ അപ്പോൾ ഇരു സഹപോരിൽ മൊളിന്താനേ. സജ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും ക്യാമ്പടിച്ചിരുന്ന, ഇവിടേക്ക് കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ക്യാമ്പടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വാദി റൗഹ എന്ന പേരിലാണ് ഇന്ന് ആ സ്ഥലം 2025 അറിയപ്പെടുന്നത്. ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹബത്തും പുറപ്പെടുന്ന രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ്. അത് അടുത്ത എപ്പിസോഡിലെ വിശദമായി വിവരിക്കൂ ഇൻഷാ അല്ലാഹ്.